വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മളിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ സീസൺ എക്സ്പെക്ടേഷനുകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ യുണൈറ്റഡിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് എവർ പ്രീമിയർ ലീഗ് ക്യാമ്പയിൻ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ കണ്ടത്. 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. -1 ഗോൾ ഡിഫറൻസ് ആയിരുന്നു. ഗോൾ അടിക്കാനും സാധിക്കുന്നില്ല, അതുപോലെ തന്നെ ഗോളുകൾ ഇഷ്ടംപോലെ കൺസീഡ് ചെയ്യുന്നു. ഏതാണ്ട് 20 ഷോട്ടുകളോളം ചില മത്സരങ്ങളിലൊക്കെ അല്ലെങ്കിൽ അടുപ്പിച്ച് കുറേ മത്സരങ്ങളിൽ കൺസീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിൽ ലിങ്കില്ല. അങ്ങനെ ആകെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അവസാനം ഒരു എന്താ പറയുക, എല്ലാത്തിനും മൂടി വയ്ക്കുന്ന ഒരു സാധനം പോലെ വന്നത് FA കപ്പ് വിജയമാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ഈ കാര്യങ്ങളൊന്നും അധികം ഡിസ്കസ് ചെയ്യാതെ പോയി. മാത്രമല്ല ടെൻഹാഗ് സാക്ക് കിട്ടും എന്നുള്ള തരത്തിൽ ഒത്തിരി നാൾ റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി അദ്ദേഹം നിന്നു. അതുപോലെ അദ്ദേഹത്തിനൊരു കോൺട്രാക്റ്റും കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ഈ വർഷത്തിലേക്ക് വരുമ്പോൾ യുണൈറ്റഡിന് യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ സീസണിലെ വലിയൊരു ശതമാനം ഇഞ്ചുറിയുടെ മുകളിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി പ്ലെയേഴ്സിന് കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി ആയിരുന്നു. പക്ഷേ വേറെ കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ടും ടെൻഹാഗിന് അദ്ദേഹത്തിൻ്റെതായ പ്ലേയിങ് സ്റ്റൈൽ ബയാക്സിലൊക്കെ കണ്ട ആ ഒരു ഫുട്ബോളൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വേറെ കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലോ അതല്ലെങ്കിൽ പാർക്ക് ദി ബസ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് മൊത്തത്തിൽ ഒരു കളി നമ്മൾ കുറച്ച് മത്സരങ്ങളൊക്കെ ശ്രദ്ധിച്ച് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ട്രാൻസിഷനുകളൊക്കെ വരുന്ന സമയത്ത് ടീം വൈഡ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴും, അതുപോലെ തന്നെ കോർഡിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ. പക്ഷേ അവസാന മത്സരങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ കുറച്ചുകൂടി കോർഡിനേഷൻ കണ്ടു. അതുപോലെ തന്നെ ടീം ഷേപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ടീം ഷേപ്പ് ആ ഒരു സംഭവമാണ് ഈ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. കഴിഞ്ഞ സീസണുകളിൽ ടീം ഷേപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യുണൈറ്റഡിന് ആ ഒരു ഒത്തിണക്കം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ കഴിഞ്ഞ സീസണിൽ FA കപ്പ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിന് മുന്നത്തെ സീസൺ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൊണ്ടും താഴേക്ക് വന്നൊരു സീസണാണ്. ഗോൾ ഡിഫറൻസ് 15 ആയിരുന്നു, അത് -1 ആയി. 15 എന്ന് പറയുന്നത് പോലും നല്ലതല്ല. ഇപ്പോൾ ഗോൾ ഡിഫറൻസ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ടീം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഡിഫറൻസ് നോക്കിയിട്ടാണെന്നാണ് ഫുട്ബോളിലെ ടോപ്പ് എക്സ്പേർട്സ് ഒക്കെ പറയുക. ഇനിയിപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഒനാന വന്ന സീസണായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ കുറേ എറേഴ്സൊക്കെ എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗിൽ നിന്നൊക്കെ പുറത്തു പോകാൻ കാരണക്കാരൻ ഒനാനയാണ്. അതുപോലെ കുറേ മത്സരങ്ങൾ ഒനാനയുടെ തന്നെ ഇഷ്ടംപോലെ മിസ്റ്റേക്ക് ഉണ്ടായി. അതുപോലെ തന്നെ FA കപ്പിലേക്ക് വന്നപ്പോൾ ഒനാനെ സഹായിച്ചിട്ടുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒനാനയിൽ നിന്നും ഈ സീസണിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒനാന കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു, റിസ്കി ഫുട്ബോളൊക്കെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇപ്പം തന്നെ ഹാർഡ് ബേൺ എന്ന് പറയുന്ന സംഭവമാണ് ഒനാന എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. അതുപോലെ ഡിഫൻസിലേക്ക് വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫൻസിനെ കുറ്റം പറയില്ല. ഡിഫൻസിനേക്കാളും പ്രശ്നം മുമ്പിലുള്ള പ്ലെയേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസിനെ ഷീൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ മിഡ്ഫീൽഡ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ സൈനിങ്സ് ഇനിയും വരും എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ 2 സൈനിങ്സ് ആകെ നടന്നിട്ടുള്ളൂ. ഒന്ന് യോറോയും മറ്റേ സിർക്സിയും. യോറോയ്ക്കാണ് ഇഞ്ചുറി ആയി. അതുപോലെ തന്നെ സിർക്സിയുടെ കളി കണ്ടിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ഏരിയാസിൽ ഇമ്പ്രൂവ്മെൻറ്റ് അത്യാവശ്യമാണ്. എസ്പെഷ്യലി മിഡ്ഫീൽഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ കസമീറോയുടെ കാലം കഴിഞ്ഞുപോയി. അപ്പോൾ ആ ഏരിയയിലേക്ക് ആര് വരും? ഇപ്പോൾ സാൻഡർബർഗിൻ്റെ പേര് പറയുന്നുണ്ട്. ഉഗാർട്ടയ്ക്ക് വേണ്ടി വീണ്ടും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു മിഡ്ഫീൽഡർ എന്തായാലും വരും. പക്ഷെ അത് എപ്പോൾ വരും എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ടുള്ളത്. അതുപോലെ ഫോർവേഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഗോൾ സ്കോറിങ് വലിയൊരു പ്രശ്നമാണ്. കഴിഞ്ഞ സീസണിലാണെങ്കിൽ റാഷ്ഫോർഡിന് ഒരു മോശം സീസൺ ആയിരുന്നു. റാഷ്ഫോർഡ് അങ്ങനെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ സീസൺ മോശമായ സ്ഥിതിക്ക് ഒരു പക്ഷേ അദ്ദേഹം ഈ സീസൺ നന്നായിട്ട് കളിക്കുക എന്നുള്ളൊരു കാര്യം പ്രതീക്ഷിക്കാം. പിന്നെ വേറൊരാളും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ആൻ്റണി ഇത്തവണ കലക്കും, പുള്ളി റൈറ്റ് ഫുട്ടൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഇന്ന് കുറേ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. എന്താവുമോ എന്തോ. അതുപോലെ തന്നെ ഹോലൻഡിൽ നിന്നും ഇത്തവണ കുറച്ചുകൂടി കൂടുതൽ ഗോളുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ യുണൈറ്റഡിന് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റേഷനുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ സീസണിൽ പ്രീമിയർ ലീഗ് അടിക്കുമെന്നുള്ള യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ല. കാരണം 85-86 പോയിന്റിലേക്കൊക്കെ എത്തണം. അത് ഒരു 70 പോയിന്റിലേക്ക് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ 75 പോയിന്റ് മുകളിലേക്ക് എത്തിയാൽ തന്നെ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പ് കോമ്പറ്റീഷനുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഏതെങ്കിലും ഒരു കപ്പ് അടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പ ലീഗിനാണ്. യൂറോപ്പ ലീഗ് കളിക്കുന്നുണ്ട്.
അപ്പോൾ കഴിഞ്ഞ 2 സീസണിലും കപ്പുകൾ അടിച്ചു. അപ്പോൾ ഈ കൊല്ലം ഒരു കപ്പ് അടിക്കുക എന്നുള്ളത് ഏറ്റവും മിനിമം ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.